മാനേജ്മെന്റ് സിസ്റ്റം എന്താന്നുള്ള അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരിങ്ങനെ അങ്ങനെ ഉണ്ടല്ലേ, ഞാനിപ്പോൾ ഒരു 10 ദിവസം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ സ്ഥാപനം എന്താവും? അപ്പോൾ സാറ് ഒരു സിസ്റ്റം ഉണ്ടാക്കണം. ആ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ സാറിന് എന്ത് ചെയ്യാൻ പറ്റും? കോടിക്കണക്കിന് സാധനങ്ങൾ വന്നു പോകുന്ന സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആണ് ഓണർ. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ പോവാം. അപ്പോൾ അതിനുള്ള സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് അവർക്ക് വരവ് ചെലവ് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നത്. അതും നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിൽ 125ഓളം രാഷ്ട്രങ്ങളിലാണ് ഓരോ സ്ഥാപനം കിടക്കുന്നത്. അവിടെ എന്തൊക്കെ സംഭവിക്കാം. ഈ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് അവരെ ബിസിനസ്സാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാ ദിവസവും പണിയെടുത്തിട്ട് ബിരിയാണി വെച്ചിട്ട് ഇവിടെ വന്ന് ക്യാഷിന് ഇരിക്കണ്ടെങ്കിൽ അത് സിസ്റ്റം അല്ല. ഇക്കാക്ക് എന്നാ വയ്യാണ്ട് അവിടെ അന്ന് ഈ സ്ഥാപനം അടച്ചു പൂട്ടും. അപ്പോൾ അവരെന്താവും? ഫിയറാവും, പേടിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ബിസിനസ് ഗ്രോത്ത്. സാറേ ഒരു ഉദാഹരണം ഉണ്ടോ ഞാൻ പറയണേ? സാറേ ചൈനീസ് ഫുഡ് 20-25 കൊല്ലം മുന്നേ ഉണ്ടാവുമെന്ന് ചോദിക്കുക. ഇന്ന് അതില്ലാത്ത ഹോട്ടലുകൾ ചുരുക്കമുള്ളൂ. പിന്നെ നമ്മൾ ബാലേട്ടൻ്റെ കട, ബാലേട്ടൻ്റെ ഭാര്യ, മൂത്ത മോൻ, അളിയച്ചാര്, അമ്മാവൻ്റെ മോൻ്റെ മോൻ, പിന്നെ പുറത്തുനിന്ന് ഒരു ഹിന്ദിക്കാരനെ കഴുകാണ്ടാവുള്ളൂ. കിട്ടിയാലും പോയാലും അവർ തമ്മിൽ അറിയണ്ടോ? അവർക്കൊക്കെ ഒരു മിനിമത്തിലുള്ള ശമ്പളത്തിൽ അവരതിൽ സെറ്റാണ്, കംഫർട്ട് സോണിലാണ്. ഇപ്പം അങ്ങനെ അല്ലല്ലോ സാറേ. സാറിൻ്റെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സാറിന് ആരെങ്കിലും കൊടുത്ത് നിർത്താണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനെന്താവും? മെൻ്റലി പെയിനോ, ഇതെങ്ങനെ പൈനൊന്ന് ഓവർകം ചെയ്യാം. അപ്പം ബിസിനസ് ഗ്രോത്ത് സാറിന് ഇത് ഇട്ടിട്ട് എങ്ങനെ ഇതിനെ കൂട്ടിയെടുക്കാം? അപ്പോൾ സാധാരണ ചായയും കടിയും ചോറും മാത്രം വെച്ചോൻ പിന്നെ ഈ ചൈനീസ് ഫുഡുകളും പിന്നീട് മന്തിയും അൽഫാമും കൊണ്ടുവരാനുള്ള കാരണം എന്താ? കാലത്തിനനുസരിച്ച് അവർ മാറി. അപ്പോൾ സാറ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറേ പഠിച്ച ആളുകളുണ്ട്. സാറിന് കിട്ടിയ ആള് ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു ബിരിയാണി മാത്രം അല്ലെങ്കിൽ കുറച്ച് കറികൾ മാത്രമേ വയ്ക്കുള്ളൂ. ഇത് ബിരിയാണിയും അൽഫാമും സകല കാര്യങ്ങളിലും അറിവുള്ള ആളുകൾ ഇന്ന് വിപണിയിലുണ്ട്. അപ്പോൾ അവർക്ക് എന്തായി? അടുത്ത സ്പാർക്ക് കിട്ടി. സാറിൻ്റെ ഒരു ബിരിയാണി കഴിച്ചാൽ ബിരിയാണി നന്നായി എന്നുള്ളതിന് അർത്ഥം എന്ന് പറയുന്നത് കഴിച്ചവനെ എണീറ്റ് പോണതല്ല. അവൻ നിങ്ങളുടെ കാറ്ററിംഗ് ഓണർക്ക് വിളിച്ച് പറയും. എത്ര കോൾ വന്നിട്ടുണ്ട് സാറിന്? എത്ര ഈ ഹോട്ടലിൽ കഴിച്ച എത്ര ആൾ സാറിനോട് ക്യാഷ് കൗണ്ടറിൽ പറഞ്ഞിട്ടുണ്ട് അത് ഫുഡ് ടോപ്പാന്ന്? എന്നോട് പറഞ്ഞിട്ടുണ്ട് നിരവധി ആൾക്കാർ. സൂപ്പർ ഫുഡാണ് കേട്ടാ എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യണം? നമ്മളിലേക്ക് വരണം അന്വേഷിച്ചിട്ട്. അങ്ങനെ എത്ര ആൾ അന്വേഷിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ സാറ് ഇന്ന് മുതൽ വരുന്നതും പോകുന്ന എല്ലാ കസ്റ്റമറോടും ചോദിക്കുക, എങ്ങനെയുണ്ട് ഭക്ഷണം, എന്തെങ്കിലും മാറ്റം വരുത്താണോ ഒന്ന് ജെന്യുവനായിട്ട് ഒരു ദിവസം സാറ് ചെയ്ത് നോക്കും. ഞാൻ പറയണത് സാറിന് മനസ്സിലാവുമെന്ന് പറയാം. കാരണം എൻ്റെ അനുഭവത്തിൽ യൂനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കാവുന്ന ഒരാൾ, ഞാൻ ഈ കാര്യം പറഞ്ഞ് അത് യൂട്യൂബിൽ നിന്ന് കണ്ടു. അയാളെ കടയിൽ ചോദിച്ചപ്പോൾ അയാൾ ഞെട്ടിപ്പോയിന്ന്. ഇത്രയധികം തല്ലിപ്പുളി ഭക്ഷണമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവണത്. അയാൾ പറയാ, ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിച്ചപ്പോൾ എല്ലാവർക്കും പരാതിയാണ്, ഇഷ്ടം പോലെ പരാതി. ആശുപത്രിയുടെ മുമ്പിലായതുകൊണ്ട് ആളുകൾ നിവൃത്തികളുകൊണ്ട് കഴിച്ചു പോവാണ്. ഇവിടെ കിട്ടിയാ പിന്നെ ആ പരിസരത്ത് പിന്നെ കുറെ അങ്ങോട്ട് നടന്നു പോയെങ്കിലേ അവർ വണ്ടി എടുത്ത് പോയെങ്കിലേ വേറെ ഹോട്ടലുള്ളൂ. അത് ഭയങ്കര പ്രൈസുമാണ്. നിവൃത്തികളുകൊണ്ട് കഴിക്കുകയാണ്. അപ്പോഴാണ് ഓണർമാരെ അടുത്ത സ്പാർക്ക്. ശരിയാണല്ലോ, പറയണത് ശരിയാണല്ലോ. അങ്ങനെ നമ്മളത് പറഞ്ഞ് ഇത് മൊത്തത്തിൽ നമ്മൾ ബേസ് ഒരു 10 പോയിന്റ്സാണ് നമ്മൾ ചർച്ച ചെയ്തെങ്കിലും നമ്മൾ എപ്പോഴും സംസാരം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് കഴിഞ്ഞാൽ പെസോ, PESO, പെസോ, പെയിന്, ഇമോഷൻ, സൊല്യൂഷൻ, ഓഫർ. പെയിൻ, ഇമോഷൻ, സൊല്യൂഷൻ, ഓഫർ. ഇതിൽ ഫസ്റ്റ് നമ്മൾ സംസാരം തുടങ്ങുമ്പോൾ പരസ്പരം പെയിനാണ് സംസാരിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ അൾട്ടിമേറ്റ് പോയിന്റ്സിൽ കുറേ പെയിനുകളാണ് അല്ലേ? പെയിൻ പറയണം. ഓൾറെഡി ആ പൊള്ളിയതിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ ഇമോഷണലി കണക്ട് ചെയ്യണം. ഇത് ഡോക്ടറെ കാണിച്ചിട്ട് ഉടനെ സെപ്റ്റിക്കായിട്ട് ഇതായിട്ടില്ല, പൂച്ച മാന്തിയതാണ്, വേളകിയിട്ട് ചത്ത ഒരുപാട് ഇതുണ്ട്. സാറിന് അടവരണം തെറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സ്കൂട്ടറുമ്പോൾ പോകുമ്പോൾ തട്ടിയാൽ കഴിഞ്ഞു കഥ. അപ്പോൾ അയാൾ ഓൾറെഡി എന്താണ് ഈ സംസാരത്തിൽ ഒന്നിങ്ങനെ ഒരു പേടി കൊടുത്തു. പിന്നെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യണം. നമ്മൾ പറയണത് സത്യമാണ്.
പക്ഷെ കംപ്ലീറ്റ്ലി അയാളെ ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇമോഷണലി എന്ത് ചെയ്യണം? ബ്ലാക്ക്മെയിൽ ചെയ്യണം. അത് കൊടുക്കണം. ഇന്നാണ് ഭാവിയിൽ ഇങ്ങനെയാണ്, മെഷീനറികൾ വരും. ഇല്ല, സാറിഞ്ഞപ്പെടുത്തില്ലെങ്കിൽ പല ആളുകളും ഇതൊക്കെ പഠിച്ച് നമ്മളെ കമ്പനിയുമായി ടൈപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ സാറ് ചെയ്താൽ സാറിന് മെച്ചം. അപ്പോൾ ഒരു ഓക്കെ, ഇമോഷണലി നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയണം? ഇതിനൊക്കെ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ബിരിയാണിക്കാരുടെ ആയിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം, ഞങ്ങൾക്ക് അതിനുള്ള ആളുണ്ട്, ഞങ്ങളുടെ സിസ്റ്റം ഉണ്ട്. മന്തിയാണ്, മന്തിക്കുഴിയിൽ വെള്ളം ഇറങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നമുള്ള ഒരുപാട് കടകളുണ്ട്. മന്തിക്കുഴിയിൽ അത് ചെയ്യണമെങ്കിൽ തീയും സാധനങ്ങളും വിറക് സ്റ്റോക്ക് ചെയ്യണം. സ്റ്റോർ തന്നെ പുളിവിറക് ഒരു സംഖ്യയുടെ സ്ഥലം വേണം. അപ്പോൾ ബാംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങൾ അങ്ങനെ സ്ഥലം ഉണ്ടാവില്ല. സ്പേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ 2-3 ആൾ വേണം. വെയിറ്റ് ഉണ്ട്, ആളുകളെ നടു കൊടുക്കും. തീയിലേക്ക് ചൂളയാണെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ശരിയാണ്. അപ്പോൾ ഇമോഷണലി കാര്യങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സൊല്യൂഷൻസ് ആണ് പറയുന്നത്. മന്തി മെഷീൻ ഉണ്ട്, സാറ് രാവിലെ മുതൽ സബോള കട്ട് ചെയ്ത് അതൊക്കെയാണ് അവരുടെ സമയം പോകുന്നത്. 1 മണിക്കൂറും 10 മിനിറ്റും ഒരു സബോള വഴറ്റിയാലാണ് ബിരിയാണിക്ക് പാകത്തിന് സോർട്ടായി വരിക. അതിന് എത്ര ഓയിൽ ഒഴിക്കണം? സാറ് 200 കിലോ ബിരിയാണി വെക്കുമ്പോൾ അതിനകത്തേക്ക് ഒരു 30 കിലോ ഓയിലെങ്കിലും ബാക്കി വരും പൊരിച്ചിട്ട് ദം ചെയ്യുമ്പോൾ. സാറിന് ആ ഓയിൽ മാറ്റാം. ഒറ്റ പ്രാവശ്യത്തെ കാര്യം കൊണ്ട് ചിലപ്പോൾ സാറിന് കാര്യം മനസ്സിലാവും. അപ്പോൾ സൊല്യൂഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറിന് ഇനിയിപ്പോൾ ഞങ്ങളൊരാളെ വെച്ച് വന്നു, അയാൾ പോയാൽ ഞങ്ങൾ വീണ്ടും റീപ്ലേസ് ചെയ്യും. ഞങ്ങളെ കമ്പനി അത്രയും പവർഫുള്ളാണ്. പിന്നെ അൺബ്രേക്കബിൾ ഓഫർ കൊടുക്കണം. സാറ് കൊടുത്തിട്ട് 10 ആളോട് ചോദിച്ചിട്ട് 8 ആൾ നല്ല അഭിപ്രായം പറഞ്ഞാൽ ഈ സാധനം ഫ്രീ. എന്താ പറഞ്ഞേ? സാറ് ഞങ്ങളെ ആൾ വന്നിട്ട് ഇവിടെ ഒരു 3 ദിവസം ട്രെയിനിങ് കൊടുക്കും. എന്നിട്ട് സാറിൻ്റെ സ്റ്റാഫ് പറയണേ ഈ സാധനങ്ങളൊക്കെ തല്ലിപ്പുള്ളിയെന്ന് പറഞ്ഞാൽ അത്രയും ദിവസം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഞങ്ങളത് ഫ്രീ. നമുക്ക് ഷുവർ പറയാൻ പറ്റുന്നതാണ്, നമ്മളത് എക്സിക്യൂഷൻ ചെയ്തതാണ്. അവർക്ക് സാറ് ഇത് കണക്കൂട്ടി വെക്കുക, ഞങ്ങളുടെ മെറ്റീരിയൽ വെച്ച് കണക്കൂട്ടി വെക്കുക. പറഞ്ഞിട്ട് അതിലേക്ക് ഒന്ന് ക്ലിപ്പ് ചെയ്യുമ്പോൾ സാറിന് പകുതി പൈസക്ക് എന്ത് ചെയ്യാൻ പറ്റും? പകുതി പൈസക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ചലഞ്ച് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ഓഫർ കൊടുക്കുക. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് പലതിലും ഉപയോഗപ്പെടുത്താം. അൺബ്രേക്കബിൾ ഓഫർ, ബ്രേക്ക് ചെയ്യാൻ പറ്റരുത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു ചലഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ്? ഒരു ചലഞ്ച് കിട്ടിയിരിക്കുകയാണ്. അവരുടെ ഉള്ളിലൊരു സാധനം ഉണ്ടാവും. ഞാൻ തന്നെ ആയിരുന്നല്ലോ ടോപ്പ്, ഇപ്പം എന്നെക്കാൾ നല്ല ആൾ വന്നാ. സാറേ മമ്മൂട്ടി, ദുൽഖർ, പൃഥ്വിരാജ് ആള് വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ടെങ്കിലും 50ഓളം സൂപ്പർ ഹിറ്റ് സിനിമകൾ നൽകിയ സുരേഷ് ഗോപിയും ബാബു ആന്റണി ഇന്ന് കട്ടപ്പുറത്താണ്. പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പെർഫോമൻസ് അതുപോലെ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കമലഹാസൻ വരെ വീഴും എന്ന് പറയുമ്പോൾ അവരെ മൈൻഡ് എന്താവും? ശരിയാണല്ലോ ഇയാൾ പറയണത്. ഇയാൾ വളരെ ലോജിക്കായിട്ടാണ് സംസാരിക്കുന്നത്. ഹി ഗെറ്റിംഗ് സംതിങ്. പുതിയ പുതിയ റീൽസാണ് അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. അയാളെ ഇരുത്തി സംസാരിക്കാൻ 1 മണിക്കൂർ പറ്റിയ എത്ര 1 മണിക്കൂർ നിങ്ങളുമായിട്ട് ഇരുന്ന് സംസാരിച്ചാൽ ഡെഫിനറ്റ്ലി ഹി വിൽ പേ 1 lakh rupees. ഡയറക്റ്റ് അല്ല, 1 ലക്ഷം രൂപയുടെ ബിസിനസ് അയാൾ നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾക്ക് അയാളുമായിട്ട് കോൺഫറൻസ് വീണ്ടും പോയിരുന്ന് സംസാരിക്കാൻ 3 മണിക്കൂർ സംസാരിക്കാൻ അയാൾ നിങ്ങൾക്ക് സീറ്റ് തന്നാൽ അവിടെ ഒരു ബിസിനസ് നടന്നിരിക്കും. ബിസിനസ് പോളിസിയാണ്. നിങ്ങളെ ശ്രവിക്കാൻ അയാൾ അപ്പം അയാളെ കൺവിൻസിങ് ആക്കിയിട്ട് ടൈമില്ല എന്നൊക്കെ പറയും. അയാൾക്കൊരു പ്രയോറിറ്റി നമ്മൾ ചില പോയിന്റ്സിലൂടെ ഇതിലേതാണോ പെട്ടെന്ന് അയാൾക്ക് പറ്റണത്. സാറിന് എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിക്കുക. അപ്പം അയാൾ പറയും, അയാളെ പ്രശ്നം അയാൾ പറയും. ആ പ്രശ്നം വെച്ചിട്ട് ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റ്സുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിശദീകരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് ക്ലിപ്പായാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മസാല ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം, ഇല്ല നമ്മളുമായിട്ട് സർവീസ് അവർ അറ്റാച്ച്ഡ് ആവും. 50,000 ഹോട്ടലുകൾ KHRന്റെ കീഴിൽ ഡയറക്റ്റ് ഉണ്ട്. ഒരു 3.5 ലക്ഷം ഹോട്ടലുകൾ രജിസ്ട്രേഷൻ അല്ലാതെ
എങ്ങനെ ലൈസൻസ് ഇല്ലാന്നല്ല, KHR എല്ലാം അല്ലാതെ ഉണ്ട് കേരളത്തിൽ. ഇത്രയും വലിയ ഹ്യൂജ് മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ലിങ്കിൽ ഒരാൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? 5000 രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം തരും. എന്ത് തരാം? 5000 രൂപ നിങ്ങൾക്ക് അതിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് വരുന്ന ബിസിനസ്സിൻ്റെ ഒരു അളവുണ്ടാവും, ഇങ്ങനെ അത് നമുക്ക് നല്ലൊരു മന്ത്ലി ഒരു 15000 രൂപ പല പല പ്രൊഡക്റ്റായിട്ട് വിൽക്കാൻ ചാൻസ് ഉള്ളൊരു കടയാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. ദെൻ നിങ്ങൾക്ക് 10000 രൂപ കിട്ടും നമ്മളെ ഭാഗത്തുനിന്ന്. നിങ്ങളൊരു മാസം ഒരു ദിവസം 10 കടകളിലേക്ക് സംസാരിച്ചു വന്നു. വെറും 5 കടകൾ, മിക്കവാറും ഒരു മിനിമത്തിൽ നടത്തുന്ന കടയാണെങ്കിൽ പോലും അവരെല്ലാ കറികളും മറ്റു സാധനങ്ങളും നമ്മളെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു 200 രൂപ 300 രൂപ കിട്ടും. ഒരു 15000 രൂപ കച്ചവടമുള്ള കടയാണെങ്കിൽ അവന് 7500 രൂപ മെറ്റീരിയൽ വേണം ഒരു ദിവസം, വേണ്ടേ? 6000 രൂപയുടെ മെറ്റീരിയൽ വേണ്ടി വരും. ആ 6000 രൂപയിൽ ചിക്കനും മറ്റതും മറിച്ചതൊക്കെ ആണെങ്കിലും നമുക്ക് അവിടെ ഒരു 200 രൂപയ്ക്കും 300 രൂപയ്ക്കും 500 രൂപയ്ക്കും സ്പേസ് ഉണ്ട്. അവിടെ കുറേ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അതിൽ 50 രൂപ 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുക. പക്ഷെ ആ കസ്റ്റമർ വൺസ് നമ്മുടെ ആയി കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആ കട ഉള്ളിടത്തോളം കാലം നമുക്ക് എന്താണ്? ഇൻകമാണ്. നിങ്ങൾക്ക് അവിടെ ആ ടൈപ്പിലൂടെ അച്ചാർ കൊടുക്കാം, പല സാധനങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല സാധനങ്ങളും ഒരു ലിങ്ക് ഓപ്പണായി, ജ്യൂസ് ബോട്ടിലിംഗ് ഉണ്ട്, അത് കൊടുക്കാം. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് വരും. മനസ്സിലായ? ഇങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ, നമ്മളിതൊക്കെ പഠിച്ചു. കുക്കിംഗ് പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര പെർഫെക്ഷൻ കൂടും. 20 days നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിൻ്റെ ജെനുവിനിറ്റിയും നമ്മളെ ഫോഴ്സും നമ്മളെ എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മളെ തകർക്കാൻ പറ്റുമോ? ഇനി അതല്ല, നമ്മളിപ്പോൾ ഈ ക്ലാസ് കേട്ടു, ഇതിൻ്റെ ഔട്ടർ മനസ്സിലാക്കി 2 ദിവസം നമ്മളിവിടെ കൂടെ വന്നു നിന്ന് ബാക്കി കാര്യങ്ങളും കൂടി സ്റ്റഡി ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് പോവുകയാണ്. എന്നിട്ട് മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരു കാരണവശാലും റിട്ടേൺ അടിക്കേണ്ടി വരില്ല. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊരു സാലറി ആണെങ്കിൽ 50,000 മുതൽ 1,00,000 രൂപ എന്ന് പറയുന്നത് നല്ലൊരു പൈസ അല്ലേ? ആളുകൾക്ക് പിന്നെന്താ വേണ്ടത്? ജോലി കഴിഞ്ഞാൽ ഉടനെ എൻജോയ് ചെയ്യണം, കിടന്നുറങ്ങണം, അടിച്ചു പൊളിക്കണം, അല്ലേ? ഇതിനെന്ത് വേണം? പൈസ വേണം. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ജോലിക്കായിട്ട് മാത്രം പോയാൽ നമുക്ക് എന്തില്ല? നമുക്ക് ആ വരുമാനം, പ്രതീക്ഷിക്കുന്ന വരുമാനം കിട്ടിക്കൊള്ളുന്നില്ല. ഉണ്ടോ? വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നമ്മൾ മിഷനറികളുണ്ട്, അതിലും നിങ്ങൾക്കൊരു പെർസെൻറ്റേജ് ഉണ്ട്. ആസ് എ ഡീസൻ്റ് ഒരു പ്രോഫിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ മിഷനറി? ഇതാണ്, ഇങ്ങനെയാണ്. ഞങ്ങൾക്കൊരു കോംബി ഓവൻ ഉണ്ട്. കോംബി ഓവൻ അവരടിച്ചു നോക്കും. നമ്മൾ കൊടുക്കുന്ന മിഷനറിയുടെ 4/1 സൈസുള്ള മിഷനറിക്ക് വിപണിയിൽ 10 ലക്ഷം രൂപ ഉണ്ട്. നമ്മളുടെ അതേ വോളിയം ഉള്ള കോംബി ഓവന് 30 ലക്ഷം ഉണ്ട്. ജനറേറ്ററുകൾ വേണ്ട, മൾട്ടിപർപ്പസ് ബേക്കറി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലയൻസും ഇവരൊക്കെ വെരി ഹൈ ആണ്, ഇഷ്ടം പോലെയാണ്. നമ്മൾ എത്ര 10 കൊല്ലം മാർക്കറ്റിംഗ് ചെയ്താൽ പോലും നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ മാർക്കറ്റാണ് കേരളം. ഇന്ത്യ വിട്, ഈ ഗൾഫിൽ പോയി മാർക്കറ്റിംഗ് ചെയ്യാം, കണ്ടു വിസിറ്റിൽ പോയി 3 മാസത്തിന്. നമ്മളൊരു കടയിൽ പോയി ജോലി ചെയ്യുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവർ ഓക്കെ ടേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബിസിനസ് ഡീലായി. അണ്ടർസ്റ്റാൻഡ്? ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക്? പെസോ, പെയിൻ ഇമോഷൻ സൊല്യൂഷൻ ഓഫർ, ഇത് വെച്ചിട്ട് വേണം നമ്മൾ ബിസിനസ്സിനെ കാണാൻ. പിന്നെ 10 പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കൊടുക്കും, മൈക്ക് കൊടുക്കും. സർ, ഈ മാർക്കറ്റിംഗ് അടുത്ത് പിടിക്കും. ഈ ഇപ്പോൾ സാർ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിംഗ് അങ്ങനെ പിടിക്കും. ഓക്കെ, അടുത്ത് പിടിക്കും. ഒന്നും കൂടെ. സാർ ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് ഉദ്ദേശിക്കണേല് ആദ്യം ഒരു ഏരിയ ഏതെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇത് ഓൾ കേരള എവിടെയും ചെയ്യാം. എവിടെയൊക്കെ ഹോട്ടലുണ്ടോ, എവിടെയൊക്കെ കാറ്ററിംഗ് സ്ഥാപനങ്ങളുണ്ടോ, അവിടെയൊക്കെ മാർക്കറ്റാണ്. അതല്ല സാർ, ഇപ്പോൾ ഓരോ ഏരിയ തിരിച്ചാരെങ്കിലും ഇതിന് മുമ്പേ നിയോഗിച്ചില്ല? നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ? ഏരിയ തിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഏരിയയാണ്. അങ്ങനെയല്ലേ? ശരി. ഭാവിയിൽ ചിലപ്പോൾ തിരിക്കാം. അത് അവൻ്റെ ഏരിയയാണ്, അവിടുത്തെ മാർക്കറ്റിംഗ് നിങ്ങൾക്കാണ്. ഒരു കോഴിക്കടയിൽ നമ്മളെ പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട്
10 rupees കൊടുത്താൽ മതി. ഈവൻ 1 rupees ആ ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 1000 പീസ് പോകാൻ ഡെയിലി 1000 കിട്ടിയില്ലേ വിത്തൗട്ട്. പിന്നെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ നീ വെറുതെ കൊടുത്താൽ മതി, ആൾ വിളിക്കുന്നിന്നെ അല്ലേ. അപ്പോൾ നമ്മളൊരു കറിയുടെ പേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വില നിശ്ചയിച്ചിട്ടുള്ളത് റീറ്റെയിലിന് 90 MRP ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന 50 രൂപ 60 രൂപയ്ക്കാണ്. പ്ലസ് 10 rupees 15 rupees മാർജിൻ ഇട്ട് കൊടുത്താലും നമ്മൾ ഇന്ന് വെച്ച കറി വെക്കുന്നതിൻ്റെ ടൈമും മറ്റു അനുബന്ധ കാര്യങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 75 രൂപയ്ക്ക് അവർക്കൊരു ബ്യൂട്ടിഫുൾ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല 10 ആൾക്ക് 15 ആൾക്ക്. അത് നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട കാര്യമല്ലേ. ദാറ്റ്സ് ഓൾ. അത് നമ്മൾ എക്സിക്യൂഷൻ ചെയ്യുന്നു. ഭാവിയിൽ നമ്മൾ വെജിറ്റബിൾ അടക്കം സലാഡിലോ വിനാഗിരിക്കൊക്കെ വേണ്ടത് പോലും പ്രോസസ്സ് ചെയ്തിട്ട് ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വിടും. കാരണം അതിൻ്റെ ഇടയിൽ 4 ചക്രം ഓടുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ ടാക്സ് കയറി ഇത് ടച്ച് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലെത്തുന്നത്. പറയുന്ന സംശയമുണ്ടോ? ഇത് സ്റ്റോക്ക് ചെയ്യേണ്ടി വരുമോ? മിനിമം സ്റ്റോക്ക് ക്വിക്ക് മൂവ്മെന്റ് രീതിയിലാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഇത്ര സ്റ്റോക്ക് വെക്കണം അങ്ങനെ എന്തെങ്കിലും അല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് നമ്മൾ മാർക്കറ്റില് സ്ലോ ഉള്ള സാധനം. ഇപ്പൊ നമുക്കിപ്പോ ഫുഡിൽ തന്നെ മാഗി 3 നേരം കഴിക്കാൻ പറ്റുന്ന ഫുഡല്ല, കഴിച്ച വയറിന്റെ പണി വരും. നമുക്ക് നമ്മളുടെ നാട്ടിൽ എന്താണോ കൂടുതൽ ഓടുക അതിനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. 3 നേരം കഴിക്കേണ്ട സാധനം അങ്ങനെ തന്നെ പറയാം. 3 നേരം ഒരാൾക്ക് എങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചാൻസ് കൂടുതലാണ്. കോഴിക്കട, സൂപ്പർ മാർക്കറ്റ് ഇവിടെയൊക്കെ വളരെ റീസണബിൾ പ്രൈസിന് നമ്മൾ മാർക്കറ്റായിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ നമ്മളെ പോലത്തെ ടേസ്റ്റ് കൊണ്ട് നമ്മളെ പിടിക്കാൻ പറ്റിയ ഒരാളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല മാർക്കറ്റിൽ. അവരുടെ 3-ൽ 1 വിലയ്ക്കാണ് നമ്മൾ വിൽക്കണം. വില എത്ര? കിലോ അല്ല ഞാൻ പറയണ ഒരു പോർഷൻ. കിലോന്റെ വേറെ വരുന്നുണ്ട്. റീസണബിൾ ആണ്. അവർക്ക് ആ കൊണ്ടുപോകുന്ന ആൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം. അത് വിശദമായിട്ടുള്ള കാറ്റലോഗ് ഞാൻ അയച്ചു തരാം. നമുക്ക് അത് അടുത്തൊരു ഡിവിഷനാണ്. GST കാര്യങ്ങളൊന്നും അതൊക്കെ അതിന്റെ പ്രോസസ്സിൽ നടക്കൂലേ? അല്ല, ഇതിപ്പോ ചെയ്യണ ഒരാളിപ്പോ സപ്പോസ് ഞാനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് GST ഒന്നും ഇല്ല. വേണ്ട, സപ്ലൈ ഏജന്റ് ആയാൽ മതിയല്ലോ. പ്രോബ്ലം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? പേസ്റ്റ് രൂപത്തിലല്ല കൊടുക്കുന്നത്. പേസ്റ്റ് രൂപത്തിലാണ് സപ്ലൈ. സെപ്പറേറ്റ് മസാല മാത്രം കൊടുക്കണ്ടോ? മസാല അല്ല, ആളുകളെ സംബന്ധിച്ച് ഇഞ്ചി വെട്ടലും സബോള വെട്ടലും ഒക്കെ ഒരു പണിയാണ്. അതും കൂടി നമ്മൾ എടുത്തു കളഞ്ഞാൽ അത്രയും ഹാപ്പിയായി. പിന്നെ നമുക്കൊരു 5 രൂപ 10 രൂപ മാർജിൻ കിട്ടണമെങ്കിൽ 10 രൂപ കിട്ടണമെങ്കിൽ അത് സെൻട്രൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ. നമ്മളൊരു ലോറി സബോള എടുക്കുന്ന വില ഒരു കിലോമ കിട്ടുമോ? അങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും അത് മെച്ചം കിട്ടുള്ളൂ. ഇടയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഈവൻ സിംഗിൾ 1 rupees കിട്ടിയാൽ 1000 പാക്കറ്റ് നിങ്ങളെ കയ്യിലൂടെ പോകണം. 1000 പാക്കറ്റ് അത്രയും ഫാസ്റ്റായിട്ട് വിടാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ കൊക്കക്കോള ഡെയിലി കഴിക്കാൻ പറ്റുമോ? കുടിക്കണവരുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അവൻ്റെ വിവരം അറിയും അല്ലേ? നമ്മൾ ഡെയിലി ഈറ്റബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ബോഡിക്ക് പ്രശ്നം പറ്റാത്ത സാധനമാണ് ഇറക്കണം. റീസണബിൾ, വർക്ക് കുറവ്. ഇപ്പോൾ ഉദാഹരണത്തിന് റഫീഖിൻ്റെ വീട്ടിൽ ഈ ഒരു പാക്കറ്റ് ഇട്ടിട്ട് ഈ പാക്കറ്റിൻ്റെ പകുതി ഇട്ടാലേ 4 ആൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ റഫീഖ് ഒരു പാക്കറ്റ് മേടിച്ചാൽ 70 രൂപയ്ക്ക് ഒരു പാക്കറ്റായി. പകുതി ഇട്ട് ഇന്ന് കറി വെച്ചു, പകുതി ഇട്ട് നാളെ കറി വെച്ചാൽ റഫീഖ് പിന്നെ വേറെ എന്തെങ്കിലും സാധനം മേടിക്കുമോ? ടേസ്റ്റ് കൺസിസ്റ്റൻസി ഷുവറാണ്, ഗ്യാരണ്ടിയാണ്. ഡാമേജബിൾ ആവുന്ന ഒരു സാധനം നമ്മൾ അതിൽ മിക്സ് ചെയ്യുന്നില്ല. അതിന് മേലെ എന്ത് ഗ്യാരണ്ടി വേണ്ടത്? ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മളിപ്പോ സാർ ഹോട്ടലിലേക്ക് കൊടുക്കുമ്പോൾ ഹോട്ടലിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ആണെന്ന് വിചാരിച്ചോളൂ. ഈ പെരിന്തൽമണ്ണയിൽ ഇപ്പോ ഒരു 100 ഹോട്ടലിൽ ചോദിച്ചു, ഈ എല്ലാ ഹോട്ടലുകാരും നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാതും ഒരേ ടേസ്റ്റ് ആവില്ലേ? അപ്പൊ ഡിഫറെന്റ് ടേസ്റ്റ് ആ ഓരോ ഹോട്ടലുകാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അതിന് നമുക്ക് എന്താ സൊല്യൂഷൻ കാണാൻ പറ്റും? സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ആദ്യം നമുക്ക് നിറഞ്ഞു കവിയാൻ സാധ്യമല്ല. രണ്ടാമത്, പെരിന്തൽമണ്ണയിൽ എത്ര ചിക്കൻ കട ഉണ്ട്? ഇഷ്ടം പോലെ ഉണ്ട്. മിനിമം ബിസിനസ് നടക്കണില്ലേ? എത്ര ഹോട്ടലുകളുണ്ട്? അത് ഡിപ്പെൻസ് അവരുടെ നിൽക്കുന്ന ഏരിയ, അവരുടെ കട,
അവർ എല്ലാ സ്ഥലത്തും കൊക്കക്കോള. ഈ പെരിന്തൽമണ്ണയിൽ തന്നെ നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ 20 കടകളിലെങ്കിലും കൊക്കക്കോള അല്ലേ ഉണ്ട്. അവരൊക്കെ കൂട്ടിപ്പോയാ നത്തിങ്. അതൊന്നും എഫക്ട് ചെയ്യാനേ പോണില്ല. നമ്മൾ ഒരു ഫൂലിഷ് ആയിട്ടുള്ളൊരു ഇതാണ്. എത്രയോ ചിക്കൻ കടകളുണ്ട്, എത്രയോ മട്ടൻ കടകളുണ്ട്, എത്ര സൂപ്പർ മാർക്കറ്റുകളുണ്ട്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും മാഗി ഉണ്ട്. എനിക്ക് ഇവിടെ നമ്മൾ പോകാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും ബിഗ് ബസാറിലേക്ക്. ഞാനിവിടെ ചെറിയ പെട്ടിക്കടയാണ് നടത്തുന്നുണ്ടാവുക, അതിൻ്റെ ഉള്ളിലുണ്ടാവും മാഗി. സെയിലാവണില്ലേ? അതൊരിക്കലും നിങ്ങളെ അങ്ങനെ വന്നിട്ട് ഡാമേജ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച സാധനം അത് എനിക്ക് മാത്രം ഉപയോഗിച്ചാൽ പോരെ, യുണീക്കായിട്ട്. ഞാൻ ആ സത്യം മനസ്സിലാക്കി. എനിക്ക് ലോകം നിറഞ്ഞു കവിയാൻ സാധിക്കില്ല. എനിക്കിപ്പോൾ 41. ഞാൻ അടുത്ത 30 കൊല്ലം ആളുകളെ പഠിപ്പിച്ച് ഡിസ്ട്രിബ്യൂഷൻ ചെയ്താൽ പോലും ഒരു പക്ഷേ എൻ്റെ അടുത്ത തലമുറയ്ക്കായിരിക്കും ഒരു റിലയൻസ് പോലൊക്കെ ആവാൻ പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് ഈസി. ഭയങ്കര വലിയ ഹ്യൂജ് ഹഗ് മാർക്കറ്റാണ്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഒരുപാട് സ്പേസ് ആണുള്ളത്. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങൾ എത്ര കൊണ്ടു കൊടുത്താലും അത് നിറഞ്ഞു കവിയാൻ പോകണില്ല. പിന്നെ ഇത് ഡെയിലി ഉപയോഗിക്കല്ലേ. അത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് അവർക്ക് കച്ചവടം കൂടുള്ളൂ, കുറയില്ല. സാർ അങ്ങനെയാണ് സാർ. നമുക്ക് കുറച്ച് ഹോട്ടൽ ഓണേഴ്സിനെ വെച്ച് ഡെമോൺസ്ട്രേഷൻ ചെയ്തുകൂടാ? അപ്പൊ ഒന്നും കൂടി അത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണം. നമ്മൾ അങ്ങനെയും പല പദ്ധതികളും ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ആളുകളെ സംബന്ധിച്ച് പേഴ്സണൽ ടോക്ക് ഇതിന് ആവശ്യമില്ല. അങ്ങനെയുള്ള അവസരം കിട്ടി നമ്മൾ ഉപയോഗപ്പെടുത്താം, അല്ലാന്നല്ല. പക്ഷെ ആളുകളെ സംബന്ധിച്ച് പേഴ്സണൽ ആണെങ്കിൽ അവർ പേഴ്സണലായിട്ട് വേഗം അട്രാക്ട് ചെയ്യും. കൂട്ടത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ചില വിഷയങ്ങൾ എന്ത് ചെയ്യില്ല, നിരാകരിക്കും. അത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ അത്രയും കഴിവുള്ള ആളാണ് ക്ലാസ് എടുക്കണമെങ്കിൽ മാത്രമേ അതിനെ ബ്രേക്കപ്പ് ചെയ്ത് മേലെ പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവിടെ നെഗറ്റീവ്, അതേ കൂട്ടത്തിൽ ഒരു നെഗറ്റീവ് ഇട്ടിട്ടും ആൾക്ക് പോകാൻ സാധിക്കും. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് അങ്ങനെ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആസ് പെർ ആരാണോ മാർക്കറ്റിങ്ങിന് പോകണം അവർ ഇൻഡിവിജ്വലായിട്ട് ഒരു ദിവസം 10 പേരെ ഞാൻ കാണും. ആഴ്ചയിൽ 5 ദിവസം ഞാൻ ജോലി ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ഷോപ്സ്. കാരണം ഫസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്ത ആൾ ഞാനാണ്. ഞാൻ 1 വീക്ക് ചെയ്തപ്പോൾ എനിക്ക് 8 ക്ലയൻസ് കിട്ടി. 1 വീക്കിൽ 5 ദിവസം ഞാൻ ചെയ്തിട്ടുള്ളൂ. 8 ക്ലയൻസ് എനിക്ക് കിട്ടി. ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഫോർട്ട് കൊച്ചിയിലെ ഒരു ചെറിയൊരു പോർഷൻ, ഒരു ഇത്ര. അതിൽ നിന്ന് എനിക്ക് 5 ദിവസം ചെയ്തപ്പോൾ 8 പേരെ കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് പിടിക്കും മാർക്കറ്റിംഗ്. കാരണം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അങ്ങനെ പ്രൊഡക്റ്റ് എവിടെ ഉണ്ടെന്ന് അറിയില്ല. അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ആർക്കും അത് കോമ്പറ്റീറ്റ് കൊണ്ടുവരാനും കഴിയില്ല. അത് മാർക്കറ്റിൽ ഉറപ്പായിട്ടും നമുക്ക് വലിയൊരു സ്പേസ് കിടക്കുന്നുണ്ട്. ഇല്ലാത്തൊരു സാധനമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇനി ഇതുപോലത്തെ പലതും ഉണ്ടെങ്കിലും 3 ഇരട്ടി വിലയാണ്. അപ്പോൾ ആളുകൾക്ക് എടുക്കാൻ പറ്റുമോ? മാർക്കറ്റിൽ 80% ആരുള്ളത്? അല്ല, മാർക്കറ്റിലുള്ള കസ്റ്റമർ സാധാരണക്കാരാ. 80%. റിലയൻസ് എവിടുന്ന പൈസ ഉണ്ടാക്കണം? സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്നല്ലേ എല്ലാ മാസം പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ്. അതാണ് അതിൻ്റെ ഒരു തിയറി. ഡോണ്ട് വറീഡ് എനിത്തിങ് അബൌട്ട്. ഭയങ്കര ഹ്യൂജ് ഹഗ് മാർക്കറ്റാണ്. നിങ്ങൾ ഈ തല കുത്തി നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് മലപ്പുറം ജില്ല പോലും കവർ ചെയ്യാൻ പറ്റില്ല. അത്രയും പോക്കറ്റ് റോഡ് ഉണ്ട്. അതിനകത്തൊക്കെ ഉണ്ട് കോഴിക്കടകളും മറിച്ചതൊക്കെ. യെസ്, ഹോട്ടലുകളും മറ്റു കാര്യങ്ങളും. ഡോണ്ട് വറി.